ഹായ് ഓൾ, ഞാൻ ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബോട്ടണിയുടെ ഫാക്കൽറ്റിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബോട്ടണി എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലേ, പ്ലാന്റ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഈ പ്ലാന്റ്സിനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പ്ലാന്റ്സിനും ഫ്ലവർ ഉണ്ടാവോ? നമ്മൾ കാണുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് ഒക്കെ ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് ആണല്ലേ. റോസ് ആയിക്കോട്ടെ, ലോട്ടസ് ആയിക്കോട്ടെ, നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് ആണ്. പക്ഷെ എല്ലാ പ്ലാന്റ്സിനും ഇതേപോലെ ഫ്ലവർ ഉണ്ടാവോ? നോക്കി, നമ്മളെ വീട്ടിലൊക്കെ കാണുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇതൊരു ഓർണമെന്റൽ പ്ലാന്റ് ആണ്. നമ്മുടെ മതിലിന്റെ മുകളിൽ ഉണ്ടാവും, കിണറ്റിലുണ്ടാവും. പക്ഷെ ഈ പ്ലാന്റ്സിന് എപ്പോഴെങ്കിലും നമ്മൾ ഫ്ലവർ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഈ പ്ലാന്റ്സിന് ഫ്ലവർ ഉണ്ടാവില്ല. അപ്പൊ ഈ പ്ലാന്റ്സ് എന്തുകൊണ്ടാണ് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സും ഫ്ലവർ ചെയ്യാത്ത പ്ലാന്റ്സും ഒക്കെ ആയിട്ടുള്ളത്? അപ്പൊ ഇന്ന് നമുക്ക് കാണാനുള്ളത് അതാണ്, പ്ലാന്റ്സിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നതെന്നാണ്. അപ്പൊ പ്ലാന്റ് കിങ്ഡത്തിന്റെ ക്ലാസിഫിക്കേഷന്റെ ഒരു ജനറൽ ഔട്ട്ലൈൻ ആണ് ഇന്ന് നമ്മൾ പറയുന്നത്. സോ കിങ്ഡം പ്ലാന്റിനെ നമ്മൾ രണ്ട് മേജർ കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ക്രിപ്റ്റോഗ്യാമി, മറ്റൊന്ന് ഫെനൈറോഗ്യാമി. ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ വേർഡിന്റെ അർത്ഥം തന്നെ ഹിഡൻ എന്നാണ്, എന്തിനെയോ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ സീഡ്. ഇവർക്ക് സീഡ് ഇല്ല. സീഡ് പ്രൊഡ്യൂസ് ചെയ്യാത്ത പ്ലാന്റ് ഗ്രൂപ്പിനെയാണ് ക്രിപ്റ്റോഗ്യാമി എന്ന് പറയുന്നത്. അതേസമയം സീഡ് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണ്. സീഡ്സും ഫ്രൂട്ടും ഒക്കെ ഉള്ള ഗ്രൂപ്പുകളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എക്സ്പോസ് ആയിട്ട് നമുക്ക് സീഡൊക്കെ കാണാൻ പറ്റുന്ന ഗ്രൂപ്പാണ് ഫെനൈറോഗ്യാമി. സോ അവർക്ക് സീഡ് ഉണ്ടാവും. ക്രിപ്റ്റോഗ്യാമിയിലാണ് നമ്മുടെ ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ് വരുന്നത്. ഫെനൈറോഗ്യാമിയിൽ നമുക്ക് വരുന്നത് ജിംനോസ്പേംസും ആൻജിയോസ്പേംസും ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ക്രിപ്റ്റോഗ്യാമി, അതായത് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഞാൻ നമ്മുടെ ചുറ്റും കാണുന്ന, നിങ്ങൾ കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് പ്ലാന്റ്സിനെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ചിലപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും, ഇത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ തൊട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ ആ പ്ലാന്റ്സിനെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ക്രിപ്റ്റോഗ്യാമിയിലെ ആദ്യത്തെ കാറ്റഗറി വരുന്നത് ആൽഗയാണ്. ആൽഗെ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. ഇത് മെയിൻ ആയിട്ട് ഉണ്ടാവുക അക്വാട്ടിക് ഏരിയയിലാണ്, മോയിസ്റ്റ് ആയിട്ടുള്ള ഏരിയയിലാണ് നമുക്ക് മെയിനായിട്ട് ആൽഗേനെ കാണാൻ പറ്റുന്നത്. ഇനി ആൽഗേനെ പറ്റി പറയുമ്പം ഈ ആൽഗേനെ പല കളറിൽ നമുക്ക് കാണാൻ പറ്റും. ഗ്രീൻ കളറുള്ള ആൽഗയുണ്ട്, ബ്രൗൺ കളറുള്ള ആൽഗയുണ്ട്, റെഡ് കളറുള്ള ആൽഗയുണ്ട്. അങ്ങനെ പല കളറിൽ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കളറിൽ മനസ്സിലാകെ വരുന്നത് ഗ്രീൻ, പച്ച കളർ മാത്രമാണ്. പക്ഷെ അങ്ങനെയല്ല, ആൽഗയ്ക്ക് പല കളറുകളുണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട്, അവരുടെ കളറിനെ ബേസ് ചെയ്തിട്ട് ആൽഗേനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ കാറ്റഗറി വരുന്നത് ഗ്രീൻ ആൽഗെ അഥവാ ക്ലോറോഫൈസി ആണ്. രണ്ടാമത് വരുന്നത് ബ്രൗൺ ആൽഗെ അഥവാ ഫിയോഫൈസി ആണ്. മൂന്നാമത്തെ വരുന്നത് റെഡ് ആൽഗെ അഥവാ റോഡോഫൈസി ആണ്. ഇതിൽ ക്ലോറോഫൈസിയയിൽ വരുന്ന ആൾക്കാരാണ് വോൾവോക്സും യുളോത്രിക്സും. വോൾവോക്സ് എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റണമെന്നില്ല, മൈക്രോസ്കോപ്പിക്കാണ് ആൾക്കാർ. കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് അവരൊരു കോളനി ആയിട്ടാണ് വോൾവോക്സിനെ കാണാൻ പറ്റുന്നത്. ഇതേപോലെ വോൾവോക്സിൻ്റെ ഒരു കോളനിയാണ് കാണാം. അതേസമയം യുളോത്രിക്സ് ഒരു നാര് പോലെ ത്രെഡ് ലൈക്ക് ആയിട്ട് കാണുന്ന ഒരു ആൽഗയാണ്. ഇതാണ് യുളോത്രിക്സ് എന്ന് പറയുന്ന ആൽഗയിൽ വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ബ്രൗൺ ആൽഗയാണ്. ബ്രൗൺ ആൽഗെ പേര് പറഞ്ഞ പോലെ തന്നെ കളർ എന്തായിരിക്കും? ബ്രൗൺ കളർ ആയിരിക്കും. ഫ്യൂക്കോസാൻഡ് എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ് അവർക്ക് ഈ ബ്രൗൺ കളർ കൊടുക്കുന്നത്. ഈ ബ്രൗൺ ആൽഗയിൽ നമുക്ക് മൂന്ന് ആൾക്കാർ മെയിൻ ആയിട്ടുണ്ട്. പക്ഷെ ഇവരുടെ പ്രത്യേകത എന്താ? ഗ്രീൻ ആൽഗയിൽ നിന്ന് ബ്രൗൺ ആൽഗയിലേക്ക് നമ്മൾ പോകുമ്പോൾ കുറച്ചും കൂടെ ഡെവലപ്ഡ് ആണ് അവരുടെ ബോഡി. ഇവർക്ക് നമ്മുടെ ഹയർ പ്ലാന്റ്സിനെ സോയിലിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ, സോയിലിൽ പറ്റി പിടിച്ച് നിൽക്കാൻ റൂട്ട് ഉണ്ട്. പക്ഷെ ഇവർക്ക് റൂട്ടൊന്നുമില്ല. അതിന് പകരം ഇവർക്ക് പറ്റി പിടിച്ച് നിൽക്കാനുള്ള ഭാഗമാണ് ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്ന ഭാഗം. പിന്നെ സ്റ്റെം ഉണ്ടല്ലോ ഹയർ പ്ലാന്റ്സിന്, അതിന് പകരം ആൽഗെ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിമിറ്റീവ് പ്ലാന്റ് ഗ്രൂപ്പാണ്. അവർക്ക് സ്റ്റെം അല്ല, പകരം ഒരു സ്റ്റോക്ക് ഉണ്ട്, അതാണ് സ്റ്റൈപ്പ് എന്ന് പറയുന്നത്. തേർഡ് ആയിട്ട് വരുന്നത് ഇവർക്കും ഫോട്ടോസിന്തസിസ് ചെയ്യണം. പ്ലാന്റ് ഗ്രൂപ്പാണ്, ഫോട്ടോസിന്തസിസ് നടത്തിയേ പറ്റുള്ളൂ. അപ്പോൾ ഇവർക്ക് ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട് ലീഫ് ഇല്ല ഇവിടെ, പകരം അവർക്ക് ഫോട്ടോസിന്തസിനുള്ള സ്ട്രക്ചറാണ് ഫ്രോണ്ട്. അപ്പം ബ്രൗൺ ആൽഗേൻ്റെ ബോഡി മൂന്നായിട്ട് ഡിവൈഡഡ് ആണ്. ഹോൾഡ് ഫാസ്റ്റ് ഉണ്ട്, സ്റ്റൈപ്പ് ഉണ്ട്, ഫ്രോണ്ട് ഉണ്ട്. ഇത് കാണിക്കുന്ന ആൽഗകളാണ് ഫ്യൂക്കസ്, ലാമിനാരിയ ആൻഡ് ഡിക്റ്റോട്ട. ഈ ആൽഗയ്ക്ക് ഒരു പ്രത്യേകതയും കൂടെയുണ്ട്. ഈ ആൽഗയെ നോക്കിയാൽ ഇവരുടെ ബോഡിയിൽ എയർ ബ്ലാഡേഴ്സ് ഉണ്ടാവും. എയർ ഫിൽഡ് ആയിട്ടുള്ള അങ്ങനെ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് നമുക്ക് ഈ ആൽഗയുടെ ബോഡിയിൽ കാണാൻ പറ്റും, ബ്രൗൺ ആൽഗയിൽ. മൂന്നാമത്തതാണ് റെഡ് ആൽഗെ. ഇതാണ് ആൽഗയിലെ ഏറ്റവും അഡ്വാൻസ് കാറ്റഗറി. കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ബോഡിയാണ് ഇവർക്ക് ഉണ്ടാവുക. ഇതിൻ്റെ എക്സാമ്പിൾ ആണ് പോർഫൈറയും പോളിസൈഫോണിയും. അപ്പം ഇത്രയാണ് നമ്മുടെ ആൽഗെ: ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, റോഡോഫൈസിയെ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് തൊട്ടടുത്ത കാറ്റഗറിയാണ് ക്രിപ്റ്റോഗ്യാമിയൻ്റെ. ആൽഗെ പ്യുവർലി അക്വാട്ടിക് ആണ്, അല്ലേ, വെള്ളത്തിലാണ് ഉണ്ടാവുക. ഇനി കുറച്ചും കൂടി ഒന്ന് അഡ്വാൻസ് ആയിട്ട് വരുന്ന ആൾക്കാരാണ് ബ്രയോഫൈറ്റ്സ്. ഇവർ നിങ്ങൾ ഇന്നും കാണുന്നുണ്ട്, അഥവാ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഏരിയയിലൊക്കെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്, മതിലിൻ്റെ മുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരാളാണിത്. ഓക്കെ, ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും മതിലിൻ്റെ മുകളിലുള്ള വെറുതെ എന്തോ ഒരു പച്ച കളറ് എന്തോ ഒരു പ്ലാന്റ് ആണെന്ന്. ഇതാണ് നമ്മുടെ ബ്രയോഫൈറ്റ്സ്.
ഇവരാണ് ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത് മതിലിൻ്റെ മുകളിലും കിണറ്റിൻ്റെ മുകളിലും ഒക്കെ ഉണ്ട്. നനവുള്ള ഏരിയാസിലൊക്കെ നമ്മുടെ ഈ ബ്രയോഫൈറ്റ്സ് ഉണ്ടാവും. ബ്രയോഫൈറ്റ്സിന് 2 കാറ്റഗറി ഉണ്ട്. ഒന്നാണ് ലിവർ വേർഡ്സ്. ഇതിപ്പോൾ ഞാൻ കാണിച്ച പോലെ പറ്റിപ്പിടിച്ച് വളരുന്നത്, ഒട്ടിപ്പിടിച്ച് മതിലിലായാലും സോയിലായാലും ഒട്ടിപ്പിടിച്ച് വളരുന്ന ആൾക്കാരാണ് ലിവർ വേർഡ്സ് ഉണ്ടാവുക. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് മാർക്കാൻഷ്യ. പിന്നെ വരുന്നത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് എണീറ്റ് നിൽക്കാൻ പറ്റുന്ന, ഇറക്റ്റായിട്ട് നിൽക്കാൻ പറ്റുന്ന ആൾക്കാരാണ് മോസസ് വരുന്നത്. മോസസിന് ഒരു സ്ട്രക്ചർ ഉണ്ട്. മോസസിന്റെ ടിപ്പിൽ നല്ല ബൾജ്ഡ് ആയിട്ട് ബലൂൺ പോലത്തെ ഒരാളുണ്ട്. അതാണ് ക്യാപ്സ്യൂൾ. ഈ ക്യാപ്സ്യൂളിന്റെ ഉള്ളിലാണ് മോസസിന്റെ സ്പോസ് ഉണ്ടാവുക. എന്തിനാ സ്പോസ്? സ്പോസ് എന്ന് പറഞ്ഞാൽ പൗഡർ പോലത്തെ ഒരാളാണ്. ഈ സ്പോസിനെ വെച്ചിട്ടാണ് അടുത്ത ജനറേഷനെ മോസസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ മോസസ് ലിവർ വേർഡ്സിനെക്കാളും കുറച്ചും കൂടെ ബോഡി ഡെവലപ്ഡ് ആയിട്ടുള്ള, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രയോഫൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് കാണാനുള്ളത് ആൽഗയും ബ്രയോവും കഴിഞ്ഞാൽ നമ്മുടെ ക്രിപ്റ്റോഗാമയിൽ വരുന്ന അടുത്ത കാറ്റഗറിയാണ് ടെറിഡോഫൈറ്റ്സ്. അപ്പോൾ എന്താണ് ഈ ബ്രയോഫൈറ്റ്സും ടെറിഡോഫൈറ്റ്സും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവുക? ബ്രയോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആൽഗെ മെയിൻലി അക്വാട്ടിക് ആണ് അല്ലേ. മെല്ലെ 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 അത് സോയിലിലേക്ക് കയറി വരുന്ന ഒരു കാറ്റഗറിയാണ് ബ്രയോഫൈറ്റ്. ഇനി സോയിലിലേക്ക് പ്ലാന്റ്സ് കയറുകയാണ്. സോയിലിലേക്ക് നമ്മുടെ പ്ലാന്റ്സ് എങ്ങോട്ട് വരികയാണ്? ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിലേക്ക്, സോയിലിലേക്ക് വരികയാണ്. നമ്മളെല്ലാ മക്കളെ നമ്മൾ മെജോറിറ്റി ഓഫ് പ്ലാന്റ്സിനെയും കാണുന്നത് എവിടെയാണ്? സോയിലാണ് അല്ലേ. അപ്പോൾ ആ സോയിലിലേക്ക് പ്ലാന്റ്സ് വരുമ്പം നമുക്ക് പറയാനുള്ള ആദ്യത്തെ കാറ്റഗറിയാണ് നമ്മുടെ ടെറിഡോഫൈറ്റ്സ്. അപ്പോൾ ടെറിഡോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒരു ടെറിഡോഫൈറ്റ്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ആളായിരിക്കും. ഈ ടെറിഡോഫൈറ്റിനെ നിങ്ങൾ ഇനി പുറത്തൊക്കെ പോകുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി. ഒന്നും വേണ്ട, വീട്ടിൽ കിണറുണ്ടെങ്കിൽ കിണറിൽ ഒന്ന് നോക്കിയാൽ മതി. കിണറിൻ്റെ ഭിത്തിയിലും അതേപോലെ നമ്മുടെ മതിലിൻ്റെ മുകളിലും ഒക്കെ ഉണ്ടാവുന്ന ആളാണ് ഈ ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്ന ആൾക്കാർ. ഇനി ഈ ടെറിഡോഫൈറ്റ്സ് നോക്കിയേ, നമ്മൾ നേരത്തെ ബ്രയോഫൈറ്റിലും ആൽഗയിലൊക്കെ നമ്മൾ റൂട്ടും സ്റ്റെമ്മും ലീഫും ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ. നോക്കിയേ, ഇതിന് ട്രൂ റൂട്ട് ഉണ്ട്. ആദ്യമായിട്ട് ട്രൂ റൂട്ട് ഇവിടെ വരികയാണ്. ഇവർക്ക് ട്രൂ റൂട്ട് ഉണ്ട്, ഇത് സ്റ്റെമ്മാണ്. ഇവർക്ക് ട്രൂ സ്റ്റെം ഉണ്ട്, ട്രൂ ലീഫ് ഉണ്ട്. അപ്പം ഇതെല്ലാം ആദ്യമായിട്ട് വരുന്ന പ്ലാന്റ് ഗ്രൂപ്പ് കൂടിയാണ് ടെറിഡോഫൈറ്റ്. ഇനി ഇതിലൊക്കെ പുറമെ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അക്വാട്ടിക് എൻവയോൺമെന്റിൽ നിന്ന് മെല്ലെ ടെറസ്ട്രിയലിലേക്ക് വരികയാണ് പ്ലാന്റ്സ്. അപ്പം വാട്ടറും മിനറൽസും ഒക്കെ ആര് വലിച്ചെടുത്തോളും? റൂട്ട്സ് വലിച്ചെടുത്തോളും. പക്ഷെ ഇത് എല്ലായിടത്തും എത്തണം. എത്താൻ വേണ്ടിയിട്ട് നമുക്കറിയാം വാട്ടറും മിനറൽസും ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ടിഷ്യൂ സൈലമാണ്. അപ്പം സൈലവും ഫ്ലോയവും ആദ്യമായിട്ട് വരുന്ന പ്ലാന്റ് ഗ്രൂപ്പ് കൂടിയാണ് ആര്? നമ്മുടെ ടെറിഡോഫൈറ്റ്സ്. അപ്പം ദേ ആർ ദ ഫസ്റ്റ് വാസ്കുലാർ ടെറസ്ട്രിയൽ പ്ലാന്റ്സ്. നമ്മൾ ബൊട്ടാണിക്കൽ സ്നേക്സ് എന്നൊക്കെ ഇവരെ പറയാറുണ്ട്. അപ്പോൾ ആദ്യത്തെ വാസ്കുലേച്ചർ ഉള്ള സൈലവും ഫ്ലോയും ഉള്ള ടെറസ്ട്രിയൽ പ്ലാന്റ് ആണ് ആര്? ടെറിഡോഫൈറ്റ്. ഞാൻ പറഞ്ഞ പോലെ ഇവർക്ക് ട്രൂ റൂട്ട് ഉണ്ട്, ട്രൂ സ്റ്റെം ഉണ്ട്, ട്രൂ ലീഫ് ഉണ്ട്. ഇനി ഈ ലീഫ് ഫോട്ടോസിന്തസിസ് ചെയ്യും, കാരണം ഇത് പ്ലാന്റ്സ് ആണല്ലോ. അതിൽ പുറമെ ചില ലീവ്സിന് ഒരു സ്പെഷ്യൽ കാര്യം കൂടെ ചെയ്യാനുണ്ട് ടെറിഡോഫൈറ്റ്സിൽ. നമ്മൾ ബ്രയോഫൈറ്റ്സിൽ പറഞ്ഞു ഇവരുടെ സ്പോർ ഉണ്ടാവുന്നത് ബലൂൺ പോലുള്ള ഒരു ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലാണെന്ന്. പക്ഷെ ടെറിഡോഫൈറ്റ്സിന് അങ്ങനെയല്ല. ടെറിഡോഫൈറ്റ്സിന്റെ ലീഫ് ഇതാണ്. ടെറിഡോഫൈറ്റിന്റെ ലീഫ്. ഈ ലീഫിനെ നമ്മൾ വിളിക്കുന്നത് സ്പോറോഫിൽ എന്നാണ്. റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്ന ലീഫാണ് ഇത് മക്കളെ, സ്പോറോഫിൽ. നിങ്ങൾ ഇനി പ്ലാന്റിനെ കാണുമ്പം ഒന്ന് എടുത്തു വെച്ചിട്ട് പ്ലാന്റിനെ തിരിച്ചു പിടിച്ചിട്ടൊന്ന് നോക്കുക. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ലീഫിൻ്റെ മുകളിൽ മുഴുവൻ ബ്രൗൺ കളറായിട്ട് കുത്തു പോലെ സ്പോട്സ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് സ്പോർസ്. അപ്പം ഇതിൽ സ്പോർസ് ഫോം ചെയ്യുന്നത് എന്തിലാണ്? ലീഫിലാണ് ഫോം ചെയ്യുന്നത്. അപ്പം സ്പോർ ഫോം ചെയ്യുന്നെങ്കിൽ സ്പോർ ബിയർ ചെയ്യുന്ന റീപ്രൊഡക്റ്റീവ് ലീഫിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? സ്പോറോഫിൽ എന്ന് വിളിച്ചത്. അതിൻ്റെ അടിഭാഗത്ത് മൊത്തം നമുക്ക് സ്പോർസിനെ കാണാൻ പറ്റും. സ്പോർസ് ആണ് പുതിയൊരു ജനറേഷനായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഇവരെ സഹായിക്കുന്ന ആൾക്കാർ. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, ഇത് വലിയ വലിയ ലീഫാണല്ലേ. എല്ലാ ടെറിഡോഫൈറ്റിനും ഇങ്ങനെ വലിയ ലീഫാണ് ഉണ്ടാവുക? വലിയ ലീഫ് ഉള്ളത് മാത്രം ടെറിഡോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിയല്ല. ചെറിയ ലീഫുള്ള ടെറിഡോഫൈറ്റ്സും കൂടെ ഉണ്ട്. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ലീഫുള്ള ആൾക്കാരുണ്ട്. ഇതും ടെറിഡോഫൈറ്റ് ആണ്. ഇതാണ് നമ്മുടെ സെലാജിനെല്ല എന്ന് പറയുന്ന ആള്. പക്ഷെ ഇവർക്ക് ചെറിയ ചെറിയ ലീഫാണ്. പക്ഷെ ഇവിടെയോ ഇതിന് വലിയ ലീഫാണ് വന്നത്. ഇങ്ങനെ 2 ടൈപ്പ് ലീഫ് നമുക്ക് എവിടെ കാണാൻ പറ്റും? ടെറിഡോഫൈറ്റിൽ കാണാൻ പറ്റും. ഇതാണ് ഹോഴ്സ് ടെയിൽ, കുതിരവാല് എന്നാ പറയാ, ഹോഴ്സ് ടെയിൽ. ഇതാണ് ഇക്വിസീറ്റം എന്ന് പറയുന്ന ടെറിഡോഫൈറ്റ്. പക്ഷെ നമുക്ക് സ്പോറോഫിൽ കാണാൻ പറ്റുന്നില്ല, സ്പോറോഫിലായിട്ട് കാണുന്നില്ല. പക്ഷെ നോക്കിയേ, ഇവർക്ക് നമ്മുടെ വലിയ വലിയ പ്ലാന്റ്സിനെ പോലെ തന്നെ നോഡ്സ് ഉണ്ട്. ഈ ഒരു ഏരിയ മൊത്തം ഇന്റർനോഡാണ്. ആൻഡ് ഇതിന്റെ അറ്റത്ത് നിങ്ങൾക്കൊരു സാധനം കാണാം. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോബൈലസ് അഥവാ കോൺ എന്ന് വിളിക്കും നമ്മൾ ഇതിനെ. ഈ സെക്ഷനെ വിളിക്കുന്ന പേര് സ്ട്രോബൈലസ് ഓർ കോൺ. ഇവരുടെ സ്പോറോഫിൽസ് വളരെ ചെറിയ ചെറിയ സാധനമാണ്. ആ സ്പോറോഫിൽസ് ടൈറ്റ് ആയിട്ട് കോമ്പാക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായ സ്ട്രക്ചറാണ് ഈ സ്ട്രോബൈലസ്.
ഈ സ്ട്രൊബൈലസിലാണ് ഇവരുടെ ആരുണ്ടാവുക, സ്പോർസ് ഉണ്ടാവുക. ഓക്കെ, ഇതിൽ സ്പോറോഫിൽസ് ഉണ്ട്, നമുക്ക് എത്ര കാണാൻ പറ്റുന്ന ആളല്ല, ചെറിയ ആൾക്കാരാണ്. അവർ കോമ്പാക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഈ സ്ട്രൊബൈലസ് അഥവാ കോണായിട്ട് മാറി അതിൽ എന്ത് ഉണ്ടാവും, സ്പോർസ് ഉണ്ടാവും. അപ്പൊ ഇതും ഒരു ടെറിഡോഫൈറ്റ് ആണ്. നിങ്ങൾ ഇനി +1 പ്ലാൻ കിങ്ഡം എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇത് കാണാം. സെലാജിനിലൊക്കെ നമുക്ക് പഠിക്കാനുള്ള ആളാണ്. ആൻഡ് ഇതാണ് സെലാജിനിലെ സ്ട്രൊബൈലസ്. ഇതാ നിറയെ സ്ട്രൊബൈലസ് ഉണ്ട്. ഇതെല്ലാം സ്ട്രൊബൈലസ് ആണ്. ഇതിൻ്റെ ആണ് സ്പോർസ്. നമ്മുടെ സ്പോറോഫിൽസ് വളരെ ചെറിയ ലീഫാണ് വരുന്നത്. സ്പോറോഫിൽസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായ സ്ട്രൊബൈലസ് ആണിത്. അപ്പൊ ഇത്തരത്തില് ഒരുപാട് വെറൈറ്റികളുള്ള ആളാണ് ആര്, നമ്മുടെ ടെറിഡോഫൈറ്റ്സ്. അപ്പൊ ഇതാണ് നമ്മുടെ പ്ലാൻ കിങ്ഡത്തിന്റെ ഒരു ബേസ് ഔട്ട്ലൈൻ. സീഡ് കാണിക്കുന്ന, സീഡ് ഉള്ള പ്ലാൻ ഗ്രൂപ്പ് ആണ് നമുക്ക് അടുത്തത് കാണാനുള്ളത്. ഫെനേറോഗ്യാമി എന്നാണ് ആ ക്ലാസിന്റെ പേര്. അതായത് ഫെനേറോഗ്യാമി എന്ന് പറഞ്ഞാൽ സീഡ് ഉള്ള ആൾക്കാരാണ്. ഇതിൽ 2 ആൾക്കാരേ ഉള്ളൂ, ജിംനോസ്പേംസും ആൻജിയോസ്പേംസും. ഇവരെയാണ് നമ്മൾ ഹയർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. കറക്റ്റ്ലി പക്ക ടെറസ്ട്രിയൽ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നല്ല വെൽ ഗ്രോൺ ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ഹേർസ്, ഷ്രബ്സ്, ട്രീസ് എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. ഒരു ലാർജസ്റ്റ് ജിംനോസ്പേം, വൺ ഓഫ് ദ ലാർജസ്റ്റ് പ്ലാന്റ് തന്നെ നമ്മൾ പറയുന്നത് സെക്കോയ. സെക്കോയ ഒരു ജിംനോസ്പേം ആണ്. അപ്പൊ നമ്മൾ ഇനി കാണുന്നത് ജിംനോസ്പേംസ് ആണ്. ജിംനോസ്പേംസിന് ദീസ് ആർ ദ ഫസ്റ്റ് ഗ്രൂപ്പ്. ആദ്യത്തെ പ്ലാന്റ്സ് ആണ്, സീഡ് ഉണ്ടാക്കിയ ആദ്യത്തെ പ്ലാന്റ്സ്. ആദ്യമായിട്ട് സീഡ് കൊണ്ടുവന്ന, സീഡ് ഡെവലപ്പ് ചെയ്ത പ്ലാന്റ് ഗ്രൂപ്പ് ആണ് നമ്മുടെ ജിംനോസ്പേം. ഫസ്റ്റ് സീഡഡ് പ്ലാന്റ്സ് ആണ് ജിംനോസ്പേം. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സീഡ് നമ്മുടെ മാങ്ങയുടെ ഉള്ളിലുള്ള സീഡ്, പക്ഷെ അത് എന്തിൻ്റെ ഉള്ളിലാ, മാങ്ങയുടെ ഉള്ളിലെന്ന് പറഞ്ഞാൽ ഫ്രൂട്ടിന്റെ ഉള്ളിലാ. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. സീഡ് നമുക്ക് പുറത്തെടുത്ത് കാണാൻ പറ്റും. നാക്കഡ് സീഡ് ആയിരിക്കും. നാക്കഡ് സീഡ് ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഒരിക്കലും സീഡ് കോട്ട് ഇല്ല എന്നൊന്നും വിചാരിച്ചു വെക്കരുത്. സീഡ് നമുക്ക് കാണാൻ പറ്റും, ചുറ്റും ഫ്രൂട്ട് ഇല്ല എന്നർത്ഥം. ഫ്രൂട്ട് വാൾ ഇല്ലാത്ത, ഫ്രൂട്ട് ഇല്ലാത്ത ആൾക്കാര്. സോ അവർക്ക് ഫ്ലവറും ഇല്ല, നോ ഫ്ലവർ, ആസ് വെൽ ആസ് ദർ ഈസ് നോ ഫ്രൂട്ട് ഫോർ ദം. ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മുടെ ജിംനോസ്പേം. സീഡ് നമുക്ക് കാണാൻ പറ്റുന്ന ആൾക്കാർ. അപ്പൊ ഇതിൽ വരുന്നത് നമ്മുടെ സൈക്കസ് വരുന്നുണ്ട്. ഇതാണ് സൈക്കസ്. ഈന്തപ്പന പോലുള്ള ആളാണ് സൈക്കസ്. നമുക്ക് ഇതിന്റെ സീഡൊക്കെ പൊടിച്ചിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ചില വീടുകളിൽ ഈ ഇതിന്റെ സൈക്കസ് സീഡിന്റെ പൊടി കൊണ്ട് പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ, അപ്പം ഉണ്ടാക്കുന്ന ഒക്കെ ആൾക്കാരുണ്ട്. അപ്പൊ എഡിബിൾ ആണ്. പിന്നെ വരുന്ന ആൾക്കാരാണ് പൈനസ്. ഊട്ടിയിലൊക്കെ പോയ ആൾക്കാർ എന്തായാലും പൈനസിനെ കണ്ടിട്ടുണ്ടാവും. പൈനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കയറി പോകുന്നുണ്ട്. അപ്പൊ പൈനസ് എന്ന് പറഞ്ഞാൽ സൂചി പോലത്തെ, ഇതാക്കണ്ടോ, സൂചി പോലത്തെ ലീഫ് വരുന്ന, നീഡിൽ ലീഫ് ഉള്ള ആൾക്കാരാണ് പൈനസ്. പിന്നെ വരുന്നത്, ഇതിൽ വരുന്ന ആൾക്കാരാണ് സീഡ്രസ്. നമ്മുടെ ക്രിസ്മസ് ട്രീ പോലെയുള്ള ആള് സീഡ്രസ്. പിന്നെ വരുന്നത് സീഡ്രസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജിങ്കോ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റും കൂടെ ഉണ്ട്. ഈ ജിങ്കോ പക്ഷെ നമുക്ക് അങ്ങനെ കോമൺ ആയിട്ട് കാണാൻ പറ്റൂല. ഒരു ലിവിങ് ഫോസിലായിട്ടാണ് പറയുന്നത്. ലിവിങ് ഫോസിൽ തന്നെ ആളുണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെ കോമൺ ആയിട്ട് കാണാൻ ഭയങ്കര റെയറാണ്. ചൈനേൻ്റെ റിമോട്ട് ഏരിയാസിലൊക്കെയാണ് ജിങ്കോനെ കാണുന്നതെന്നാണ് പറയുന്നത്. ഈ ജിങ്കോന്റെ ലീഫ് നോക്കി, ഇതാണ് ജിങ്കോന്റെ ലീഫ്. ചൈനക്കാരുടെ വിഷറി പോലത്തെ ലീഫായിരിക്കും. ഫാൻ ഷേപ്ഡ് ലീഫ് ഉള്ള ആളാണ് നമ്മുടെ ജിങ്കോ. അപ്പൊ ഈ സൈക്കസും പൈനസും സീഡ്രസും ജിങ്കോയും ഒക്കെ ഇതിൽ വരുന്നതാണ് ജിംനോസ്പേം. സൈക്കസിന്റെ ലീഫ് കണ്ടാൽ തെങ്ങിന്റെ ഓല അല്ലെങ്കിൽ പനയുടെ ഓല പോലെ ഇരിക്കും. പക്ഷെ പൈനസും സീഡ്രസും ജിങ്കോ ഒക്കെ ഇതിന് വ്യത്യാസമാണ്. അപ്പൊ ഒരേ ഗ്രൂപ്പിൽ തന്നെ പല ടൈപ്പ് ആൾക്കാരുണ്ട്. ഇനി ഈ ജിംനോസ്പേമിന്റെ സൈക്കസിന്റെ സീഡാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനെ തന്നെയാണ് കാണാം, ഫ്രൂട്ടിന്റെ ഉള്ളിലൊന്നുമല്ല, സീഡായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് ജിംനോസ്പേം എന്ന് പറയുന്ന കാറ്റഗറി. ഇനിയാണ് നമ്മുടെ മെയിൻ ആള് വരുന്നത്. പ്ലാന്റ് ഗ്രൂപ്പിലെ നമ്മുടെ ഏറ്റവും അട്രാക്റ്റീവായ, നമ്മളെ ഏറ്റവും എന്താ പറയാ, മോസ്റ്റ് ഫാസിനേറ്റിംഗ് സ്ട്രക്ചർ എന്നൊക്കെ പറയാം, ഫ്ലവർ അല്ലെ. നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവേഴ്സ് ഉള്ള ഗ്രൂപ്പാണ് ആൻജിയോസ്പേംസ്. മോസ്റ്റ് അഡ്വാൻസ് പ്ലാന്റ് ഗ്രൂപ്പാണ്. അവർ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല ടൈപ്പ് ഫ്ലവേഴ്സ് ഉള്ള, പല കളറിലുള്ള ഫ്ലവേഴ്സ്. ഞാൻ ഇങ്ങനെ ചിത്രം കാണിച്ചേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആൻജിയോസ്പേമിനെ നിങ്ങൾക്ക് അറിയാം. റോസ് ഉണ്ട്, ജാസ്മിൻ ഉണ്ട്, ലോട്ടസ് ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ആൻജിയോസ്പേമിൽ. നമ്മളെ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. ഇവർക്ക് മാത്രമേ മക്കളെ ഫ്ലവർ ഉള്ളൂ. വേറൊരു ഗ്രൂപ്പിനും ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ഇല്ല. സോ ഇവർ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. ആൻഡ് ഈ ആൻജിയോസ്പേമിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട് ഒരുപാട്. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഇവർക്ക് ഫ്ലവർ ഉണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയുന്ന ആളാണ് നമ്മുടെ മാങ്ങ. മാങ്ങയുടെ സീഡ് എവിടെയാണ്? ജിംനോസ്പേമിന്റെ സീഡ് പുറത്ത് കാണുന്ന പറഞ്ഞത്. പക്ഷെ ഇവരുടെ സീഡ് നമുക്ക് പുറത്ത് കാണാൻ പറ്റില്ല. സീഡ് ഫ്രൂട്ടിന്റെ ഉള്ളിലാണ് അല്ലെ. ഇത് കട്ട് ചെയ്താൽ ഇതിന്റെ ഉള്ളിൽ നമുക്ക് സീഡ് ഉണ്ടാവും. അപ്പം ഇവർക്ക് എന്തുണ്ട്? ഫ്രൂട്ട് ഉണ്ട്. നാക്കഡ് സീഡ് അല്ല. സീഡിന് ചുറ്റും ഒരു ഫ്രൂട്ട് വാൾ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഫ്രൂട്ട് ബിയറിംഗ് ഗ്രൂപ്പ് കൂടിയാണ് ആര്? നമ്മുടെ ആൻജിയോസ്പേംസ്. അപ്പൊ ഇത്രയും ആൾക്കാരാണ് നമ്മുടെ പ്ലാന്റ് കിങ്ഡത്തിന്റെ ഒരു ജനറൽ ഔട്ട്ലൈനിൽ. എല്ലാവരും ഒന്ന് ഫെമിലറൈസ് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളൂ. എല്ലാവരും നിങ്ങൾ ഒന്ന് കണ്ടു. ഇനി നിങ്ങൾ ഇതിനെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ ഇത് കണ്ടതായിട്ട് ഓർക്കണം. ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ഇത്രയും ക്രിപ്റ്റോഗ്യാമി.
പിന്നെ ജിംനോസ്പേംസ്, ആൻജിയോസ്പേം, ഇത്രയും ഫെനേറോഗ്യാമി. അപ്പൊ ഇതാണ് നമ്മുടെ പ്ലാന്റ് കിങ്ഡത്തിന്റെ ഒരു ബേസ് ഔട്ട്ലൈൻ. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യും. ആ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് കാണാം. അപ്പൊ താങ്ക് യു, ബൈ.